സഞ്ചാരിക്ക് മുമ്പുള്ള സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രസകരമായ കഥകളാണ്. ടെലിവിഷൻ എന്നുള്ള മാധ്യമം എന്തുമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ പിന്നാലെ എത്രത്തോളം ഓടിയിട്ടുണ്ടെന്നുമുള്ള കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കിയിലേക്ക്. നമുക്കിവിടെ സി ഗോപിനാഥ് എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട്. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഒരു നോവലിസ്റ്റാണ്. ഈ നാട്ടുകാരൻ തന്നെയാണ്, നോവലിസ്റ്റാണ്. ആളൊരു ബുദ്ധിജീവിയാണ്. പക്ഷെ ബുദ്ധിജീവികൾക്കുള്ള ചില പ്രശ്നങ്ങളെല്ലാം പുള്ളിയും ബാധിച്ചു. ഇച്ചിരി ഒരു സാധാരണ മനുഷ്യൻ പോകുന്ന പോലെയല്ല പുള്ളി പോവുക. പുള്ളിയുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ അല്പം വ്യത്യസ്തമാണ്. അപ്പം അങ്ങനെയുള്ളവരെ നാട്ടുകാർ ഇച്ചിരി വട്ടം എന്നൊക്കെയാണല്ലോ വിളിക്കുക. അപ്പം പുള്ളി ഇച്ചിരി വ്യത്യസ്തനാണ്. പുള്ളി ഒരു നോവലൊക്കെ എഴുതി, തർക്കമില്ലാത്തൊരു നോവലൊക്കെയാണ്. പുള്ളി എഴുതാൻ പോകുന്ന നോവലിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളൊരു പുള്ളിയെ ഏതെങ്കിലും തരത്തിൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗോ പുള്ളിയെ വിമർശിക്കുന്ന ഒരു ഡയലോഗോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നമ്മളത് തുറച്ചു നോക്കിയിട്ട് പറയും, സന്തോഷ് ഇപ്പം പറഞ്ഞത് എന്നെ നഷ്ടപ്പെട്ടവരുടെ സംഘഗാനത്തിലെ കൊച്ചമ്മ പറഞ്ഞ ഡയലോഗാണല്ലോ. അതേ തമാശ ആ നോവല്. ഇല്ല, അത് ഞാൻ എഴുതിയില്ല, എഴുതാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അതിലെ ഡയലോഗാണ് നിങ്ങളിപ്പോ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അപ്പൊ ഈ പുള്ളിക്ക് കുറച്ച് സിനിമാ ബന്ധങ്ങളുണ്ട്. ഇടയ്ക്ക് കവിയൂര് ശിവപ്രസാദ് എന്ന് പറയുന്നൊരു സംവിധായകനുണ്ട്. അദ്ദേഹം പൂന അച്ഛൻ അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ പ്രൊഫസറാണ്. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ വരും. പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗോൾഡ് മെഡലിസ്റ്റൊക്കെയാണ് അവിടെ പഠിച്ച് സംവിധാനം പഠിച്ച് അവിടുന്ന് പുറത്തിറങ്ങി അവിടെ തന്നെ പ്രൊഫസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അദ്ദേഹം ഇടയ്ക്ക് നാട്ടിൽ വരും. ഇടയ്ക്ക് വന്ന് പല സിനിമകൾ ചെയ്തു. സൈലന്റ് 3, വേമ്പനാട്, ഗൗരി, ഇങ്ങനെയൊക്കെ കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു ദിവസം ഈ സി ഗോപിനാഥ് കൂട്ടിക്കൊണ്ട്, സി ഗോപിനാഥ് ഇദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ സി ഗോപിനാഥും ഈ പറഞ്ഞ സിനിമകൾ സ്വപ്നങ്ങളൊക്കെ ചർച്ച ചെയ്യും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ഫാദറിനെ, ഞാൻ ഗോപിനാഥിനെ സ്ക്രൂ കയറ്റി വിടുന്നു, നമുക്കൊരു സിനിമ ചെയ്യണം. ഈ സിനിമ ചെയ്യുന്നത് എന്തിനാ? നമുക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനല്ല, എനിക്ക് ആ കൂടെ നിന്ന് പണി പിടിക്കാമല്ലോ. അപ്പോൾ സി ഗോപിനാഥ് എന്ന് ഫാദറിൻ്റെ അടുത്ത് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം സി ഗോപിനാഥ് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് മരങ്ങാട്ടുള്ളി വരുന്നു സിനിമ എടുക്കാം. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒരു ഗംഭീര കഥ പറയുന്നു. ഈ കഥ MD യുടെ കയ്യിലുണ്ട്, MD എഴുതി കഴിഞ്ഞിരിക്കുന്നു, അത് നമുക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. ഈ കഥ ഏതാണെന്നറിയോ? നമുക്കന്ന് എക്സൈറ്റഡ് ആയി ആ കഥ കേട്ടിട്ട്. കുറിയടത്ത് താത്രി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ കഥയാണ് ഈ പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കുറിയടത്ത് താത്രിയെ കുറിച്ച് അപ്പം കേൾക്കുന്നത്. നമുക്കത് ആവേശമായി. പക്ഷെ അത് MD യുടെ ഒരു കഥയൊക്കെ അതിനു മുമ്പ് ഇറങ്ങിയത് വടക്കം വീരാതെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു ലെവലിലൊന്നും നമുക്ക് കാശില്ല. അല്ല, അതിനൊക്കെ വഴിയുണ്ടെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഏതായാലും ആ കഥയായിട്ട് കുറച്ചാൾ മുമ്പോട്ട് പോയി. പിന്നെ അതിൻ്റെ ബാക്കി ഞാൻ പറയാം, അതോടെ ഇപ്പം അങ്ങ് പറഞ്ഞേക്കാം. ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഈ സിനിമയാണ് പിന്നീട് പരിണയം എന്ന പേരിൽ ഹരിഹരൻ പുറത്തിറങ്ങിയത്. അത് നന്നായി എനിക്ക് പിന്നെ തോന്നി. സിനിമ നടന്നില്ല. ഇല്ല. ഇങ്ങനൊരു സാധനം ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പരീക്ഷണം നടത്താമെന്ന് ഞാനൊരു പ്രപ്പോസൽ വെച്ചു. സിനിമ ചെയ്യാൻ വരട്ടെ, നമുക്കൊരു ടെലിഫിലിം ചെയ്യാം. ഇദ്ദേഹം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറാണല്ലോ, പണിയൊക്കെ അറിയുന്ന ആളാണ്. സിനിമ ചെയ്ത് കാശ് മുഴുവൻ മുടക്കി നമ്മൾ വെട്ടിലാവുന്നതിന് പകരം നമുക്കൊരു ടെലിഫിലിം ആണെങ്കിൽ ചെറിയ പൈസയ്ക്ക് കാര്യം കൊക്കിലൊതുങ്ങും. അത് ചെയ്ത് കഴിയുമ്പോൾ അറിയാമല്ലോ ഇത് എങ്ങനെ മുമ്പോട്ട് പോകുന്നത്. എന്നിട്ട് നമുക്ക് എന്നിട്ട് നമുക്ക് ഈ സിനിമ ചെയ്യാന്നുള്ള തീരുമാനമായി. അപ്പം അങ്ങനെ ഞാൻ പിന്നെ അതിനുവേണ്ടി അങ്ങ് ഇറങ്ങായി. ഞാൻ ഈ ശിവപ്രസാദ് സാറിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. സാറേ നമുക്ക് എന്ത് ചെയ്യാം? എന്നിട്ട് ശിവപ്രസാദ് സാറിൻ്റെ കവിയൂരിലെ വീട്ടിൽ സ്ഥിരം ചെല്ലുകയാണ് ഞാൻ ഇവിടുന്ന് ഒന്നിടവിട്ട ദിവസം. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പ്രഷർ ചെയ്യണം, പിന്നെ നിന്ന് ഇടിക്കണം, എന്നാലേ ഈ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുള്ളൂ. അദ്ദേഹത്തോട് പറയുന്നത് നമുക്ക് ഏത് കഥ വേണം. ദിവസങ്ങളോളം ചർച്ച ചെയ്ത് അവസാനം എനിക്കൊന്ന് സാറാ തോമസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുണ്ട്. അവരടുത്ത കാലത്ത് മരിച്ചുപോയി. അവരുടെ ഒരു ചെറുകഥ കിട്ടി. ശിവപ്രസാദ് സാറിനും അത് ഇഷ്ടപ്പെട്ടു, നമുക്കത് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരുവനന്തപുരത്ത് പോയി സാറാ തോമസിനെ കാണുന്നു. സാറാ ജോസഫ് അല്ല, സാറാ തോമസിനൊന്ന് റൈറ്റൊക്കെ വാങ്ങുന്നു. ഇനി ആര്? ഞാൻ പറഞ്ഞു പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കാം, ഇത് ചെയ്തിട്ട് വേണമല്ലോ സിനിമ ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ഇതിന് കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളൊരു സ്ക്രിപ്റ്റ് പെർമിഷൻ മേടിച്ച് കഴിഞ്ഞ് 2-3 ദിവസം കൊണ്ട് ഞങ്ങൾ ഇരുന്ന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു. എനിക്ക് വന്നാൽ തിരുവനന്തപുരത്ത് തന്നെ ഏതോ ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കി. ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞ് കഥാപാത്രങ്ങളെല്ലാം തീരുമാനമായി. അപ്പോൾ ഇദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളാണ്. പ്രത്യേകിച്ച് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ ഇത് 2-3 നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവാർഡ് കിട്ടിയ സിനിമകളുമാണ് അക്കാലത്ത്, അവാർഡ് സിനിമകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആദരവുണ്ട് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അദ്ദേഹം ഈ ചെറിയ ആളുകളെ ഒന്നും പിടിക്കില്ല. അതിനകത്ത് ഇച്ചിരി പ്രായമുള്ളൊരു ഒരാളുടെ റോളുണ്ട്. അത് നമുക്കൊരു കാര്യം ചെയ്യാം, അത് മധുസാർ തന്നെ ആവട്ടെ.
ഈ ടെലിഫിലിമിനൊക്കെ അഭിനയിക്കാൻ അന്ന് മധു സാർ വരുമോ നമുക്ക് സംശയമാണ്. നമുക്ക് നോക്കാം. ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഹോട്ടലിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിക്കുന്നു, ഞാനും സാറും കൂടെ വണ്ടിയെ കയറുന്നു, കണ്ണമ്മൂലയുള്ള മധുസാറിന്റെ വീട്ടിൽ ചെല്ലുന്നു. അപ്പം ഇങ്ങനെ മധുസാറിന്റെ സ്വഭാവം അറിയാം, ഒരു 12 മണി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലാൻ പാടുള്ളൂ, അപ്പോഴേ പുള്ളി റെഡി ആവുള്ളൂ, ഉണരുള്ളൂ. 12 മണി കഴിയുമ്പോൾ ഞങ്ങൾ ചെല്ലുന്നു, ചെന്ന് അദ്ദേഹം വാതിൽ തുറന്നിറങ്ങി വരുന്നു, നമസ്കരിക്കുന്നു, അദ്ദേഹത്തോട് കാര്യം പറയുന്നു, കയറിയിരിക്കാൻ പറയുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വ്യവസ്ഥ ഇതാണ്, നിങ്ങൾക്ക് വ്യവസ്ഥയൊക്കെ അറിയാമായിരിക്കുമല്ലോ, ഞാൻ ചെയ്യാം ഇത്, എനിക്കിഷ്ടപ്പെട്ടു കഥയൊക്കെ, തന്നെയല്ല ഞാൻ ടെലിവിഷനിലധികം ചെയ്തിട്ടില്ല ഇതുവരെ, അത് നമുക്കൊരു നല്ലൊരു വർക്കായിട്ട് ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, 12 മണി കഴിയാതെ ഇങ്ങോട്ട് ആരും വന്നേക്കരുത്, അഭിനയിക്കാൻ 12 മണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക. രാത്രി എത്ര സമയം വേണമെങ്കിലും ഞാൻ നിൽക്കാം, 12 മണി കഴിഞ്ഞിട്ട് എൻ്റെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ. രാവിലെ നിങ്ങൾ വേണേൽ വേറെ എല്ലാവരുടെയൊക്കെ എടുത്തോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ അത് മതി, അതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാം. അങ്ങനെ പുള്ളി സമ്മതിച്ചു. അതോടെ വലിയ വിജയമായല്ലോ. നമ്മള് മധു എന്ന് പറയുന്ന പ്രശസ്തനായ നടൻ ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ലായിരിക്കും, അന്നത്തെ തലമുറയ്ക്ക് സൂപ്പർ സ്റ്റാറാ. പിന്നെ അടുത്തത്, അപ്പോൾ മധുവിൻ്റെ ഭാര്യയായിട്ട് ഒരു വേണം. അത് കട്ടിലേൽ ഏത് സമയം കിടക്കുന്ന ഒരു രോഗിയായിട്ടാണ്, മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ്, ഒരു രോഗിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട. അവരുടെ ഭർത്താവാണ് മധു സാറ്. അപ്പോൾ രാജകുമാരി വേണു എന്ന് പറഞ്ഞ ഒരു വേറെ ആരെയൊക്കെ ആദ്യം നോക്കി, അത് കഴിഞ്ഞ് ഇവരെ കിട്ടി. പിന്നെ അവിടുത്തെ മറ്റ് ചില ആളുകൾ കഥാപാത്രങ്ങളൊക്കെ വേണം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജലജയെ തന്നെ വിളിക്കാം. ജലജയാണെങ്കിൽ ഇപ്പം വലിയധികം പടമൊന്നുമില്ല, തിരക്കില്ല, നമുക്ക് അന്വേഷിക്കാം. പോകുന്നു, പോയി കാണുക. ജലജ കാര്യം പറയുന്നു, ജലജ റെഡിയാവുന്നു. മുകുന്ദൻ, കുക്കു പരമേശ്വരൻ, ശ്രീലത, ഇങ്ങനെ ടെലിവിഷനിലെ സൂപ്പർ സ്റ്റാറാ, ടെലിവിഷനിലെ സൂപ്പർ സ്റ്റാറാ അവരൊക്കെ. ഇങ്ങനെ ഇവരെല്ലാം ഫിക്സ് ചെയ്യുന്നു, ഇദ്ദേഹം ചെല്ലുന്നു, കാണുന്നു, പറയുന്നു, ഇവരെല്ലാം റെഡിയാ. അപ്പം നമുക്കിതൊക്കെ അത്ഭുതമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധങ്ങൾ കാരണം. 3 ദിവസം കൊണ്ട് ഷൂട്ടൊക്കെ കഴിയുന്നു. എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അന്ന് തിരുവനന്തപുരത്ത് ഒരൊറ്റ സ്റ്റുഡിയോയേ ഉള്ളൂ കൊള്ളാവുന്ന, അതായത് ഇത് യൂമാറ്റിക് ക്യാമറയും യൂമാറ്റിക് ടേപ്പുമാണ് യൂസ് ചെയ്യുന്നത്. സോണിയുടെ യൂമാറ്റിക് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ആണുള്ളത്. ബീറ്റ ക്യാം എന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ, അത് അഫോർഡബിൾ അല്ല, അത് ചെന്നൈയിലൊക്കെ ഉള്ളൂ. തിരുവനന്തപുരത്തും കേരളത്തിലും അന്ന് ബീറ്റ ക്യാം വന്നിട്ടില്ല. യൂമാറ്റിക് എന്ന് പറയുന്ന ടേപ്പിന്, അത് നിങ്ങൾക്കറിയാം പക്ഷേ ബാക്കി അറിയില്ല, ഒരു ഡിക്ഷണറിയുടെ വലിപ്പമുണ്ട് ആ ടേപ്പിന്. വലിയൊരു ഡിക്ഷണറി ഉണ്ടല്ലോ, അതിന്റെ വലിപ്പമാണ്. അതിനകത്ത് 20 മിനിറ്റേ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഷൂട്ടിംഗ് ടേപ്പുകൾ എന്നറിയപ്പെടുന്ന 20 മിനിറ്റ് ഉള്ളതിന്റെ 20 മിനിറ്റുള്ള ഒരു 4 ടേപ്പെങ്കിലും വേണം ഒരു ടെലിഫിലിം ഷൂട്ട് ചെയ്യാൻ. അതാണ് ഇതിന്റെ കണക്ക്. അപ്പൊ ഈ കാസറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് വലിയ ഹ്യൂജ് ക്യാമറയാണ്. അന്നത്തെ ആ ക്യാമറ, അതും രണ്ട് ഭാഗമാണ്. ക്യാമറ ഒന്ന്, ഡെക്ക് വേറൊന്നും. അപ്പം ഈ ക്യാമറാമാന്റെ ജോലി ക്യാമറ ഓപ്പറേറ്റ് ചെയ്യൽ മാത്രമായിരിക്കും. റെക്കോർഡ് ചെയ്യുന്ന മറ്റേ ആളാണ്. ഈ ക്യാമറയിൽ നിന്ന് ഒരു വലിയ കേബിൾ, ഈ വണ്ണമുള്ള ഒരു കേബിൾ ഇങ്ങനെ പോയിട്ടുണ്ടോ, അത് ആ ഡെക്കിലേക്ക് റെക്കോർഡ്, അയാൾ തോളലിട്ടിരിക്കും ഡെക്ക്. എന്നിട്ട് റോൾ ക്യാമറ എന്ന് പറയുമ്പോൾ അവനാണ് ഞെക്കുന്നത്, അവനാണ് പറയുന്ന റോളിംഗ് എന്ന് പറയുന്നത്. ക്യാമറാമാന് പ്രത്യേകിച്ചൊന്നുമില്ല, ഫോക്കസ് ചെയ്യുക, പാൻ ചെയ്യുക, സൂം ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക, ഇത്രേ ഉള്ളൂ. റെക്കോർഡ് ചെയ്യേണ്ടതും അത് കട്ട് ചെയ്യേണ്ടതൊക്കെ റെക്കോർഡിസ്റ്റാ. ഞാനൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ഇതിന്റെ പ്രൊഡ്യൂസർ ആരാ? ഞാൻ. അപ്പൊ ഞാൻ എന്താ ചെയ്തറിയോ, ഫാദറിന്റെ അടുത്തുനിന്ന് ഞാൻ 40,000 രൂപ കടം വാങ്ങി. ഫാദർ പറഞ്ഞു, ഇതെനിക്ക് തിരിച്ചു തരണം. ഞാൻ പറഞ്ഞു തിരിച്ചു തരാം. അങ്ങനെ ആദ്യത്തെ ഈ പറഞ്ഞ സമയം ഫാദറാണ് 40,000 രൂപ തരുന്നത്. ആ 40,000 രൂപ അതാണ് ഇതിൻ്റെ ക്യാപിറ്റൽ. ഷൂട്ടെല്ലാം കഴിഞ്ഞു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ശിവപ്രസാദ് സാറിൻ്റെ ശിഷ്യനായിരുന്ന വിനോദ് സുകുമാരൻ, പിന്നീട് ഹരം എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ സംവിധാനം ചെയ്ത വിനോദ് സുകുമാരൻ, ശ്യാമപ്രസാദിൻ്റെ മിക്കവാറും എല്ലാ സിനിമയുടെ എഡിറ്റർ അദ്ദേഹമായിരുന്നു. സുകുമാരൻ വന്ന് ജോയിൻ ചെയ്യുന്നു. അദ്ദേഹമാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലെങ്കിൽ ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്ഷൻ എങ്ങനെ നടത്തുന്നുള്ള ഒരു പരിശീലനമാണ് നമുക്ക് ഈ പറഞ്ഞ നമ്മൾ പഠിച്ചിടത്തുനിന്നും പ്രാക്ടിക്കലായിട്ട് ഇവിടെ ചെയ്യുന്നിടത്തും എല്ലാം കിട്ടിയത്. അതിൻ്റെ ഒരു കുഴപ്പം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് അല്ലാത്ത ഒരു സാധനത്തിനെ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഷോട്ട്, ഒരു ഫ്രെയിം അതിനകത്ത് മിച്ചം കിടന്നാൽ പോലും നമുക്ക് എന്താ അതിനകത്ത് എഡിറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു ഫ്രെയിം മിച്ചം കിടക്കുന്നത് ഞാൻ ഇവിടുത്തെ പ്രിവ്യൂവിന് കൊണ്ടുവരുമ്പോൾ പ്രൊഡ്യൂസറോട് ചോദിക്കുന്ന സ്ഥിതിയുണ്ട്. അതിങ്ങനെ അടിക്കുന്ന കാണുമ്പോൾ എന്താ അവിടെ ഒരു ഫ്രെയിം എന്താ അവിടെ കിടക്കുന്നത്? ഈ ഒരു ഫ്രെയിം ഒന്നും ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് ഒരു വിഷയമല്ല. ഇപ്പോഴത്തെ എഡിറ്റിംഗിൽ അത് ഇപ്പൊ ജെൻസി പിള്ളേർക്ക് അതൊരു വിഷയമേ അല്ല. ഒരു സെക്കൻഡ് ബ്ലാങ്ക് പോയാലും പ്രശ്നമില്ല. പക്ഷെ ബ്ലാങ്ക് ഒക്കെ വലിയ തെറ്റായിരുന്ന കാലത്താണ്. ബ്ലാങ്കോ, ഒരു ഫ്ലിക്കർ ചെയ്യുക, ഒരു ഡ്രോപ്പ് വരിക,
അന്നൊക്കെ ഡ്രോപ്പ് അല്ല, അന്ന് നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് ഇപ്പൊ ഓക്കെ ടേക്കിന്റെ ടൈം കോഡ് ഇന്നത് തൊട്ട് ഇന്നത് വരെയാണെന്ന് എഴുതി വെച്ചെങ്കിലേ എഡിറ്റർ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ ടൈം കോഡ് നോക്കി അവൻ മുറിക്കുള്ളൂ. അതെ, അല്ലെങ്കിൽ അപ്പൊ ഇറക്കി വിടും. അതെ. ഈ ഇതിനകത്ത് മ്യൂസിക്കൽ പാർട്ട് അതാണ് ഏറ്റവും രസകരമായ. അതിലേക്ക് ഞാൻ വരുന്നത്. ഈ ഡബിങ് എല്ലാം കഴിഞ്ഞു, ഇനി മ്യൂസിക്കാണ്, പശ്ചാത്തല സംഗീതം ഇടണം. അന്നൊക്കെ സത്യത്തിൽ ടെലിഫിലിമുകളിൽ എവിടുന്നെങ്കിലും സ്റ്റോക്ക് മ്യൂസിക് എടുത്തിടുക പതിവ്. ഹരിപ്രസാദ് ചൗരസിയുടെ ഓടക്കുഴലോ കുറെ കാസറ്റുകളുണ്ട്, അല്ലെങ്കിൽ രവിശങ്കറിന്റെയോ ആരെ എന്തെങ്കിലുമൊക്കെ ഇന്റർനാഷണൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അന്ന് കുറച്ച് കാസറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇട്ടിട്ടാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ശിവപ്രസാദ് സാർ പറഞ്ഞു നമ്മൾ അതൊന്നും പോരാ, നമുക്ക് നന്നായിട്ട് ചെയ്യണം, ലൈവ് നമുക്ക് നല്ല സാധനം ചെയ്യണം. നമുക്ക് ദേവരായ മാഷെ കൊണ്ട് ചോദിച്ചാലോ? ഇയാൾ എന്താ ഈ പറയുന്നത്? ദേവരായ മാഷെ കൊണ്ട് ടെലിഫിലിം മ്യൂസിക്കോ? അതെന്താ, നമുക്ക് പോവാം. അങ്ങനെ ഒരു ദിവസം ഞാനും ശിവപ്രസാദ് സാറും കൂടെ ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് കരമനയിൽ അന്നത്തെ താമസിക്കുന്നത് ദേവരായ മാഷിന്റെ വീട്ടിൽ ചെല്ലുകയാണ്. ദേവരായ മാഷ് നമ്മളെ സ്വീകരിക്കുന്നു, കഥയൊക്കെ പറയുന്നു. പുള്ളി ഒരു സിംഹമാണ് സത്യത്തിൽ. പുള്ളി സമ്മതിക്കുന്നു. അവസാനം എനിക്ക് തോന്നുന്നത് ടെന്നിസന്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. അന്ന് അതിനകത്ത് സൗണ്ട് പ്രൂഫ് ഒക്കെ ചെയ്തിട്ടാ അവിടെ തേക്കുമൂടോ അങ്ങനെ എന്തോ സ്ഥലത്തിന് വരുന്നുണ്ട്, കോസ്മോ ഹോസ്പിറ്റൽ, അവിടെ എങ്ങാണ് സ്റ്റുഡിയോ. അപ്പോൾ അവിടെ പുള്ളി അപ്പോൾ തന്നെ വിളിച്ച് ആരെയൊക്കെ അതിൻ്റെ അറേഞ്ചറെയൊക്കെ വിളിച്ചിട്ട് കാര്യം പറയുന്നു, മറ്റന്നാൾ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. സ്റ്റുഡിയോ റെഡി ആണോ എന്ന് ചോദിക്കുന്നു, ഫ്രീ ആണെന്ന് പറയുന്നു. അപ്പോൾ ഇന്ന ആളുകളെ ആരോ പുള്ളിക്ക് അതിൻ്റെ അസിസ്റ്റൻസ് ഉണ്ട്, ഇത്ര ഇൻസ്ട്രുമെൻറ്റ്സ് വേണമെന്ന് പറയുന്നു, അതെല്ലാം ചെയ്തോളാൻ പറയുന്നു. അതിൻ്റെ കുറച്ച് അഡ്വാൻസ് പൈസയും കൊടുക്കുന്നു. പിന്നെ ആ ദിവസം ഞങ്ങൾ സ്റ്റുഡിയോയിൽ ചെല്ലുന്നു, എല്ലാവരും വന്നിട്ടുണ്ട്, ദേവരായ മാഷ് കമ്പോസ് ചെയ്യുന്നു. എനിക്ക് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് അല്ലെ ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം ചെയ്യുന്ന ഈ ടെലിഫിലിമിൽ അതില് സാറ് നായകൻ, അന്നത്തെ സൂപ്പർ സ്റ്റാർ. അതുപോലെ അന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ദേവരായ മാഷ്, അതെ, പിന്നെ അവാർഡ് വിന്നർ ശിവപ്രസാദ്. അതെ. ഏതായാലും ഒരു ദിവസം ഫുള്ള് ഈ റീ റെക്കോർഡിംഗ് ആയിരുന്നു. ദേവരായ മാഷൊക്കെ എങ്ങനെയാണ് സംഗീതത്തെ സൃഷ്ടിക്കുന്നത്, അതിനെ എങ്ങനെയാണ് കലാകാരന്മാരെ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നവരെ കൊണ്ട് റിഹേഴ്സൽ നടത്തി അവരെ കൊണ്ട് വീണ്ടും വീണ്ടും തിരുത്തിച്ച്, ഒരു വയലിനിസ്റ്റ് ആവാം, ഒരു ഫ്ലൂട്ടിൻ്റെ ഒരു ബിറ്റായിരിക്കാം, അല്ലെ ചിലയിടത്തൊരു വീണയായിരിക്കാം, ഇങ്ങനെ ഏത് ഉപകരണത്തിൽ നിന്ന് എങ്ങനെയാണ് ഏറ്റവും മികച്ചത് പുറത്തെടുക്കുന്നതൊക്കെ കാണാനുള്ള ഒരു അവസരമായി. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു പാഠം എന്ന് പറയുന്നത്. ആ ഗംഭീര മ്യൂസിക് ആയിരുന്നു, ഗംഭീര മ്യൂസിക്. അങ്ങനെ അത് ടെലികാസ്റ്റ് ചെയ്തു. പക്ഷേ ടെലികാസ്റ്റ് ചെയ്തെങ്കിലും അതിനകത്ത് പരസ്യം കിട്ടി, പക്ഷേ പരസ്യത്തിന് കാര്യമായ കാശ് കിട്ടിയില്ല. അപ്പോൾ ഈ 40,000 രൂപ ഫാദറിനോട് പിന്നെ കാശ് ചോദിക്കാൻ മേലാത്ത സ്ഥിതി കൊണ്ടെത്തിച്ചു. നമ്മുടെ പ്രൊഡക്ഷൻ അവിടെ വെച്ച് തീർന്നു. പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ ഈ കോളേജ് പഠനം കഴിഞ്ഞ് ആ ബന്ധത്തിൽ നിൽക്കുക. കോളേജ് പഠിക്കുമ്പോൾ എനിക്ക് ചെറിയ ബിസിനസ്സുകളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോളേജ് മാഗസിനുകളുടെ പ്രിന്റിങ് ചെയ്യുമായിരുന്നു. കോളേജ് മാഗസിനുകളുടെ പ്രിന്റിങ് ആയിരുന്നു എൻ്റെ ഒരു വരുമാന മാർഗം. അപ്പോൾ കോളേജ് പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ദേവമാതാ കോളേജിലെ എഡിറ്റർ സണ്ണിച്ചൻ, KSU കാരനാ, പെട്ടശ്ശേരി സണ്ണി എന്ന് പറയും, തലയോല പ്രമുഖാരനാണ്. അപ്പോൾ പുള്ളി എന്നെ ഏൽപ്പിച്ചു. കാരണം പ്രിന്റിങ്ങിൻ്റെ പശ്ചാത്തലമുള്ള ഒരാളെന്ന നിലയിൽ എന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ എല്ലാം എനിക്കറിയാം, പ്രിന്റിംഗ് ഒക്കെ നമുക്ക് നിശ്ചയമാണല്ലോ. അപ്പം ഞാനാണ് അതിൻ്റെ പുള്ളിയുടെ ബുദ്ധി കേന്ദ്രം. അങ്ങനെ പ്രിന്റ് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നു. അത് ഗംഭീരമായൊരു റിസൾട്ട് ഉണ്ടായപ്പോൾ കോട്ടയം ജില്ലയിലെ മിക്കവാറും എല്ലാ കോളേജിലെയും വർക്ക് എനിക്ക് കിട്ടി. പിന്നെ തുടർന്നുള്ള കുറേ വർഷങ്ങൾ ഞാൻ തന്നെ ചെയ്തത്. അതായിരുന്നു എനിക്ക് ഈ ആദ്യത്തെ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാനൊക്കെ ഉള്ളൊരു ക്യാപിറ്റൽ. CMS കോളേജ്, പാലാ സെൻറ് തോമസ്, പാലാ അൽഫോൻസ കോളേജ്, ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജ്, ഇങ്ങനെ പരിസരത്തിലുള്ള മിക്കവാറും കോളേജുകളിലെല്ലാം കോളേജ് മാഗസിൻ ഞാനാണ് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത്. ഏറ്റവും വലിയ പ്രാർത്ഥന എല്ലാ കോളേജിലും മാഗസിൻ എഡിറ്റർ KSU കാരൻ. ആ ഒരു വർഷം ഈ വീഡിയോ എഡിറ്റർ KSU കാരനായിരുന്നോണ്ട് അയാൾ പോയി കണക്ട് ചെയ്തു. അടുത്ത വർഷം SFI കാരാ. എനിക്ക് എല്ലാവരും ഭയങ്കര ബന്ധമാണ്. നമ്മള് അങ്ങനെ ഇല്ലില്ല, എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാ. അപ്പൊ ഇവര് കേട്ടറിഞ്ഞ് വരുമല്ലോ, ഇയാൾ കൊള്ളാം. ആദ്യം ഞാൻ ഈ ദേവമാതാ കോളേജിന്റെ ഒക്കെ മാഗസിൻ്റെ പ്രിന്റിങ് എടുക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നത് ഇതിൻ്റെ കുറേ ആർട്ട് വർക്കുകളും മറ്റ് പ്രൊഡക്ഷൻ്റെ വർക്കുകൾ, ബൈൻഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇവിടെ തന്നെ നമ്മുടെ പ്രസിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. കാരണം ഞാനാണ് രാത്രിയിൽ ഇവിടെ ഉള്ളത്. അപ്പം രാത്രി ഒരു 8:30 കഴിയുമ്പോഴത്തേക്കും ഫാദർ വീട്ടിൽ പോകും. പിന്നെ സൂത്രത്തിൽ ഇത് 10,000-2,000 കോപ്പിയല്ലേ ഉള്ളൂ. ആ കൂടെ നമുക്ക് ഒരു 5-6 ദിവസം കൊണ്ട് നമ്മുടെ സ്റ്റാഫാണ്, അവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. ഒന്നിച്ച് തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ പോവുകയും ഒന്നിച്ച് സിനിമ കാണാൻ പോവുകയും ചെയ്യുന്ന ആൾക്കാരാണ് സ്റ്റാഫ്. ഫാദറുമായിട്ടാണല്ലോ, ഫാദറിലെ ഇച്ചിരി അകലം, ബാക്കി എല്ലാവരും നമ്മുടെ സൗഹൃദത്തിലാണല്ലോ. അപ്പോൾ ഫാദർ അങ്ങ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എടാ പോയി ഇതൊരു 500 മൈൻഡ് ചെയ്തത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യിച്ചെടുക്കാന്നുള്ള ധാരണയല്ല ചെയ്തേ.
പക്ഷെ ഒരു ദിവസം ഏതോ ഒരു ചാരൻ ഫാദറിന്റെ അടുത്ത് എന്ന് പറഞ്ഞു കേൾപ്പിച്ചു, ഇവൻ ഇങ്ങനെ ഒരു കള്ളക്കടി ഇതിനകത്ത് നടത്തുന്നുണ്ട്. ഫാദർ കൈയോടെ പിടികൂടി. എന്താ പരിപാടി? ഇങ്ങനെ കോളേജ് വായസന, നിന്റെ അഭ്യാസം ഒന്നും ഇതിനകത്ത് വേണ്ട, വേറെ എവിടെയാണ് കൊണ്ടുപോയി അടിച്ചോണം, നീ കാശ് മേടിച്ചെങ്കിൽ ചെയ്തോണം, ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫയർ ചെയ്തു. പിന്നെ എന്ത് ചെയ്യും? ഇത് കാശും മേടിച്ചു പോയി, അഡ്വാൻസ് പൈസ എല്ലാം മേടിച്ചു, ബാക്കിത്തെ സെറ്റിൽ ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ. പക്ഷേ അഡ്വാൻസ് പൈസ എല്ലാം മേടിച്ചു ഞാൻ അടിച്ചു കൊടുക്കാൻ നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കവറുകൾ അക്കാലത്ത് ശിവകാശി പ്രിന്റ് ചെയ്യും. കാരണം ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളൂ, കളറിൽ പ്രിന്റ് ചെയ്യുന്ന ശിവകാശിയിലാണ്. അപ്പോൾ അത് കടുത്തുരുത്തിക്കാരനൊരു ജോർജ് ചേട്ടനാണ്. അപ്പോൾ ജോർജ് ചേട്ടൻ സഹായിച്ചേ പറ്റുള്ളൂ. ജോർജ് ചേട്ടൻ അപ്പോൾ ഒരു റേറ്റ് അങ്ങ് പറഞ്ഞു. അത് വലിയ റേറ്റാ, എനിക്ക് അഫോർഡബിൾ അല്ല. ഞാൻ പറഞ്ഞു അതൊന്നും പറ്റിയില്ല, നമുക്ക് ഇത്രയും പൈസ ഇല്ല, നഷ്ടം വരും. ജോർജ് ചേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്തു, സന്തോഷത്തോടെ കൂടെ പോരും, നമുക്ക് ഒന്നിച്ച് പോകാം, എന്നിട്ട് നമുക്ക് എല്ലായിടത്തും ചോദിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റ് കൊടുക്കാം. അങ്ങനെ ഞാനും ജോർജ് ചേട്ടനും കൂടെ ഇതിൻ്റെ ആർട്ട് വർക്കും ഒക്കെ ആയിട്ട് ഒരു ശിവകാശിക്ക് പോകണം. കൊല്ലത്ത് ചെന്നിട്ട് കൊല്ലത്ത് അടുത്ത ട്രെയിൻ കയറി. ശിവകാശിയിൽ അതിന് മുമ്പ് പോയിട്ടുണ്ടോ? ഇല്ല, അതിന് മുമ്പ് ഒരു തവണ പോയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രിന്റിങ്ങിൻ്റെ കവർ പ്രിന്റ് ചെയ്യുന്നതിൻ്റെ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. ഇതിന് ജോർജ് ചേട്ടൻ്റെ കൂടെ ചെല്ലുന്നു. അവിടെ പല പ്രസ്സുകളിലായിട്ട് പ്രിന്റിങ് ഒരിടത്ത്, ബൈൻഡിങ് ഒരിടത്ത്, പ്ലേറ്റ് എടുക്കുന്ന ഒരിടത്ത്, ഫിലിം എടുക്കുന്ന വേറൊരിടത്ത്, ഇങ്ങനെ പല പീസായിട്ടാണ് കൊടുക്കുക. അതെല്ലാം ചെറിയ നിരക്കാണ് അവിടെ. 1 പൈസ 2 പൈസയൊക്കെയാണ് മടക്കുന്നതിന്, ചേർക്കുന്നതിന് ഇത്ര പൈസ, സ്റ്റിച്ച് ചെയ്യുന്നതിന് ഇത്ര പൈസ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈ മടക്കുന്ന പണി മാത്രമേ ചെയ്യുള്ളൂ. ഒരു ഫോറം മടക്കുന്നവൻ അവിടുന്ന് ചിലപ്പോൾ 1/2 കിലോമീറ്റർ അകലെ ആയിരിക്കും ഇത് ചേർക്കുന്നവൻ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നവൻ, ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നവൻ. അപ്പോൾ അങ്ങോട്ട് സൈക്കിൾ റിക്ഷയിലോ സൈക്കിളിലോ ഇത് ചുമന്നുകൊണ്ട് പോകണം. ഇത് നമ്മൾ തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ പൈസ ചിലവില്ല. അപ്പോൾ ഈ മടക്കുന്നതിൻ്റെ ഒരു നിസ്സാര പൈസയും സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു നിസ്സാര പൈസയും ഇതെല്ലാം കൂടെ കൂട്ടി വന്നു കഴിഞ്ഞാൽ ചെറിയ പൈസയുള്ളൂ. ഇതാണ് ഈ ശിവകാശിയിലെ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത. അപ്പം ഞാനും ജോർജ് ചേട്ടനും കൂടെ സൈക്കിളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം ട്രാൻസ്ഫർ ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു 4-5 ദിവസം കൊണ്ട് വേണം ഇത് തീർക്കാൻ. അത് ഏതാണ്ട് ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി പ്രിൻറ്റിംഗ് ഉണ്ട്. രാമൻ പ്രോസസ് എന്ന് പറഞ്ഞ പ്രസ്സിലാണ് ഈ പ്രിൻറ്റിങ് നടക്കുന്നത്. അതിനടുത്തൊരു ലോഡ്ജിലാണ് ഞാൻ താമസിക്കുന്നത്. രാമൻ പ്രോസസ്സിൽ രാത്രി നമ്മുടെ കവറിൻ്റെ പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വലിയ ബഹളം പുറത്ത് കേൾക്കുന്നു, പ്രസ്സിൻ്റെ ചില്ലെല്ലാം പൊട്ടി തകർന്നു വീഴുന്നു. സംഭവം എന്താണെന്ന് ആദ്യം ഒന്നും പിടുത്തം കിട്ടുന്നില്ല. വലിയൊരു ബഹളം ആ തെരുവിലൂടെ കടന്നു പോകുന്നു, പന്തമൊക്കെ ആയിട്ട് പോകുന്നു. ഈ തെരുവിൽ കൂടെ മുദ്രാവാക്യമൊക്കെ വിളിച്ച ആളുകൾ പോവുകയാണ്. ഇതെന്താ സംഭവം എന്ന് നമുക്ക് പിടുത്തം കിട്ടില്ല. ഇത്തിരി കഴിഞ്ഞപ്പം പ്രസ്സിലെ ജോലിക്കാർ വന്നിട്ട് പറഞ്ഞു, രാജീവ് ഗാന്ധി ഇറങ്ങി പോച്ചേ. രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ദിവസമാണ് അന്ന്. ഞാൻ ഈ ശിവകാശി, അപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക, ശ്രീപെരുമ്പത്തൂർ സ്തംഭിക്കുകയാണ്. ശിവകാശി മുഴുവൻ, ശിവകാശി അല്ല തമിഴ്നാടും ഇന്ത്യ മുഴുവൻ സ്തംഭിച്ചിട്ടുണ്ടാവണം. ഒരാഴ്ച ഞങ്ങൾ അതിനകത്ത് വിട്ടുപോയി. അന്ന് ഫോണൊന്നുമില്ലല്ലോ. വീട്ടുകാർക്ക് ഞാൻ ശിവകാശിക്ക് പോകാന്ന് പറഞ്ഞ് വീട് വിട്ടു പോയതറിയാം, എവിടെയാണെന്ന് അറിയത്തില്ല, എന്താണെന്നറിയത്തില്ല, ഫോണില്ല. ഫോൺ വിളിക്കണേ STD വിളിക്കണം. STD വിളിക്കാൻ ഞാൻ ഈ താമസിക്കുന്ന ലോഡ്ജിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ. ആ ലോഡ്ജ് അടിച്ചു വരാൻ വരുന്ന ഒരു സ്ത്രീയുണ്ട്. അവർ രാവിലെ അവരുടെ വീട്ടിൽ നിന്ന് ചില സാധനം കൊണ്ടുവരും. അതാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഒരാഴ്ച അങ്ങനെ കുടുങ്ങിക്കിടന്നതിനകത്ത്. ഒരാഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ വീട്ടിലേക്ക് വിളിച്ചു, ഞാൻ ശിവകാശിയിലുണ്ട്, ഇങ്ങനൊരു പ്രശ്നം കൊണ്ടാണ്. പിന്നെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് സാധനമൊക്കെ പ്രിന്റ് ചെയ്താണ് ഞാൻ തിരിച്ചു വരുന്നത്. നഷ്ടം വന്നോ? അല്ലേ, വലിയ നഷ്ടം വന്നില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഇത് നഷ്ടം വരാതെ എങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയാം. നമ്മുടെ പ്രസ്സിൽ കയറ്റിയിട്ട് തന്നെ ഇത് അടിക്കാന്നൊക്കെ വിചാരിച്ച് പിന്നെ അപ്പം സമ്മതിച്ചില്ലല്ലോ. അവിടെ എന്തെങ്കിലും നഷ്ടം വന്നോ എന്നുള്ളത്. നമ്മുടെ പ്രസ്സിൽ അടിച്ചാൽ കിട്ടുമായിരുന്ന അത്ര കൊള്ളലാഭം ഉണ്ടായില്ല. അത് നടന്നില്ല. അപ്പൊ ഇതിന്റെ മുഴുവൻ സാധനങ്ങൾ പക്ഷെ എന്നാൽ പോലും നഷ്ടമൊന്നും ഉണ്ടായില്ല. വലിയ ലാഭം ഉണ്ടായില്ല, പക്ഷെ നഷ്ടമില്ലാതെ കാര്യം നടന്നു. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായി. പിന്നീട് പലയിടത്തുനിന്നും വർക്കുകൾ കിട്ടി. ഞാൻ പറഞ്ഞില്ല, ആ വർഷം തന്നെ നിരവധി കോളേജുകളിൽ കിട്ടി, പിന്നത്തെ വർഷങ്ങളിൽ കിട്ടി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ പ്രസ്സിലേക്ക് നമ്മളെ പിടിച്ചിട്ടതിൻ്റെ ഗുണമായിട്ട് കിട്ടിയത് ഈ വിദ്യ പഠിച്ചു, പ്രിന്റിംഗ് ഇൻഡസ്ട്രി പഠിച്ചു. അതുപോലെ ഇനി സമയം മുതൽ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ പഠിക്കുകയും അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് ശിവപ്രസാദ് സാറിൻ്റെ കൂടെ, ഈ ശിവപ്രസാദ് സാറിൻ്റെ സമയം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തു. പരിണാമം എന്ന് പറയുന്ന സീരീസ് അദ്ദേഹം ചെയ്യുന്നു. അവിടെ ഒന്നും ഞാനൊരു അസിസ്റ്റൻ്റായിട്ടല്ല നിൽക്കുന്നത്. ശിവപ്രസാദ് സാറിന് എന്നെ വേറൊരു തലത്തിലാണ് എന്നെ കാണുന്നത്. പുള്ളി എന്നെ ഓരോ ചുമതലകൾ അങ്ങേൽപ്പിക്കുക. കാരണം മോനെ നിനക്ക് ഇതൊക്കെ അറിയാമല്ലോ, നീ അത് ചെയ്യുക. ബാക്കി ഒരു അസിസ്റ്റന്റ് നിൽക്കുന്ന പോലെ നീ ഇതെല്ലാം ചെയ്യേണ്ട കാര്യമില്ല, നിനക്ക് എന്തറിയാമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് വേറൊരു അദ്ദേഹത്തിനൊപ്പമുള്ളൊരു സ്ഥാനം അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ളത്. കാരണം നമ്മൾ അസോസിയേറ്റിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സ്നേഹ ബഹുമാനത്തോടെ. അപ്പം നമ്മൾ പണിയെല്ലാം ഈ കൂടെ നടന്ന് പഠിക്കുകയാണ്, ഈ കൂടെ നിൽക്കുക. അപ്പൊ ഈ സി ഗോപിനാഥ് ഇതിനെല്ലാം കൂടെ ഉണ്ട്. ഈ ആദ്യം പറഞ്ഞ നോവലിസ്റ്റ് പുള്ളി കൂടെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ പരിണാമത്തിന്റെ ഒക്കെ ഷൂട്ട് നടക്കുമ്പോൾ ഭയങ്കര തമാശ, കാശില്ല.
പരിണാമം എന്ന് പറയുന്ന സീരീസ് എം.പി. നാരായണയുടെ പ്രശസ്തമായ നോവലാണല്ലോ പരിണാമം. ആ പരിണാമത്തെ ഏഷ്യാനെറ്റിന് വേണ്ടി സീരീസ് ആക്കുകയാണ്. ഏഷ്യാനെറ്റിന്റെ ആദ്യ സീരീസുകളിലൊന്നാണത്, സീരിയലുകളിലൊന്ന്. അതിനകത്ത് വളരെ പ്രശസ്തരായ നടിമാരാണ്, ഉമ്മറൊക്കെയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ആ ഗംഭീര നോവലാണത്. അത് കോട്ടയത്തും പരിസരത്തുമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് അന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, വലിയ കാശ് കിട്ടില്ല. കുറേശ്ശേ കാശേ ശിവപ്രസാദ് സാറിന് കൊടുക്കുള്ളൂ. ശിവപ്രസാദ് സാർ ആ കിട്ടുന്ന പൈസയുടെയും വളരെ കുറച്ച് ഇതിനകത്തോട്ട് മുടക്കുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ദാരിദ്ര്യത്തിൻ്റെ ഒരു ഛായ എവിടെയുണ്ട്. അപ്പോൾ കാശ് കൊടുക്കാതെ അഭിനയിക്കുന്നവരെയൊക്കെ അഭിനയിപ്പിക്കുക, കാശ് കൊടുക്കണ്ട താമസിക്കേണ്ട ലോഡ്ജുകളിൽ താമസിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ലെവലിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഷൂട്ടൊക്കെ രാവിലെ നമുക്ക് ഷൂട്ട് ചെയ്യാന്ന് പറയും, ഷൂട്ട് ചെയ്യും. ഒരു 11 മണിയൊക്കെ കഴിയുമ്പോൾ എല്ലാവർക്കും വിശന്ന്, അപ്പോഴാണ് ശിവപ്രസാദ് സാർ ചിന്തിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ എന്നൊക്കെ. ഇപ്പോഴത്തെ സെറ്റിലാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഫുഡിന്റെ ആൾക്കാർ ഫ്രണ്ടിലുണ്ടാവും. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ഫുഡും ഒന്നും ഇല്ലാതെ സിനിമ എടുക്കാമെന്നൊക്കെ നമ്മൾ പഠിക്കുന്നു. അപ്പം തമാശ ഉണ്ട്, ഞങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് തമാശ. ചില ദിവസങ്ങളിൽ ഈ ലൈറ്റ് യൂണിറ്റിനെ ഒന്നും രാവിലെ ആവശ്യം ഉണ്ടാവില്ല. പകൽ ഔട്ട്ഡോർ ഷോട്ടൊക്കെ ആയിരിക്കും, 2 മിററും റിഫ്ലക്ടറൊക്കെ മതിയായിരിക്കും. അപ്പോൾ പുള്ളി അവർക്ക് ഓഫ് കൊടുക്കുമെന്ന്, അന്ന് ബാറ്റ കൊടുക്കണ്ടല്ലോ, അതൊന്ന് ഓഫാന്ന് പറയും. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഈ പറഞ്ഞ സുഹൃത്തുക്കളും പിന്നെ ക്യാമറമാനും കാണും, പിന്നെ 1-2 ആർട്ടിസ്റ്റുകളും. അപ്പോൾ പുള്ളി പറയും വഴിയൊരുത്തെ ഏതെങ്കിലും ഒരു സീനായിരിക്കും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ടെലിഫിലിം എടുക്കുന്ന ലാഘവത്തോടെ പുള്ളി അത് എടുക്കുന്നത്. പണിയൊക്കെ അറിയുന്ന ഒരു ആശാനാണല്ലോ, അപ്പോൾ പിന്നെ അത്രയും മതി. പുള്ളി എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി എന്ന് തോന്നുമ്പം പുള്ളി വന്ന് വിളിപ്പിച്ചിട്ട് ചോദിക്കും, മോനെ ഇവിടെ നല്ല ദോശ കിട്ടുന്ന ഒരു ചള്ള് കടയുണ്ട്, ചള്ള് ദോശ കിട്ടുന്ന നല്ല കടയുണ്ട്, നമുക്ക് എവിടുന്നാ കഴിക്കണ്ടേ? നല്ല ദോശ കിട്ടുന്ന ഒരു ചള്ള് കടയുണ്ട്, ചള്ള് ദോശ കിട്ടുന്ന ഒരു നല്ല കടയുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഓപ്ഷനിലേക്ക് പോകും. ഓപ്ഷൻ അങ്ങനെ അവിടുത്തെ ഏറ്റവും റെസ്റ്റോറൻറ്റ് നമ്മൾ കയറി ഏറ്റവും വൃത്തികെട്ട ദോശ കഴിച്ചിട്ട് അപ്പൊ ചള്ള് ദോശ കഴിക്കുന്ന ഒരു ചള്ള് കടയിലായിരുന്നു. അപ്പൊ ഇങ്ങനെ സരസമാണ് കാര്യങ്ങൾ. പട്ടിണിയാണ്, പ്രതിസന്ധികളുണ്ടെങ്കിലും നർമ്മത്തിലാണ് ഇതിനെയൊക്കെ നമ്മൾ പരിഹരിക്കുന്നത്. ചില സീനുകളിൽ അഭിനയിക്കേണ്ട ആൾ പിറ്റേ ദിവസം വരുന്നില്ല, അയാൾക്ക് പൈസ കിട്ടിയില്ല, അതാ കാര്യം. അവിടെയാണ് ഈ മനുഷ്യൻ്റെ ഒരു ക്രാഫ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മനുഷ്യനില്ലാതെ ആ കഥ അയാൾ പറഞ്ഞു പോകും. ആ സുപ്രധാന റോളിലുള്ള ആൾ അന്ന് ആബ്സെന്റ് ആണെങ്കിൽ ഷൂട്ട് നിർത്തിവെക്കില്ല. എന്തെങ്കിലും ഒരു സാധനത്തിലൂടെ പുള്ളി എന്തെങ്കിലും ഒരു അഭ്യാസത്തിലൂടെ ആ കഥയെ ആ ആളില്ല എന്നുള്ളത് പ്രേക്ഷകരെ അറിയിക്കാതെ കടത്തി അങ്ങോട്ട് കൊണ്ടുപോകും. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അവിടുന്ന്. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുക, ഇന്ന ആൾ വന്നില്ല എന്ത് ചെയ്യും ഇപ്പം കാണാമല്ലോ എന്ന് വിചാരിച്ച ആളുകൾ ഇരിക്കുമ്പോൾ വളരെ കൂളായിട്ട് നമുക്ക് അത് ഇങ്ങനെ അങ്ങ് ചെയ്യാം അല്ലേ എന്ന് പറഞ്ഞിട്ട് ആളില്ലാത്തത് ആ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ല എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കാത്ത രീതിയിൽ കഥ ചെയ്തു പോകും. അതുപോലെ തന്നെ രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീൻ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ 2 പോലീസുകാർ സംസാരിക്കുക, ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തോ ഒരു സീനാ, 2 പേരുണ്ട്, ഒറ്റ യൂണിഫോമേ ഉള്ളൂ, അതേ കിട്ടിയുള്ളൊന്ന്. ഒന്ന് ശ്രീരാമനാണ്, നമ്മുടെ നടനും വി കെ ശ്രീരാമൻ. ഒന്ന് വേറെ ആരോ ഒരാൾ, ഞാനിപ്പോൾ മറന്നുപോയി. ഷൂട്ട് മുടങ്ങിയല്ലോ, യൂണിഫോമിൽ പോലീസ് സ്റ്റേഷനിലാണ്, ഒറ്റ യൂണിഫോം. പുള്ളി അവസാനം പറഞ്ഞു, ശ്രീരാമേട്ടൻ യൂണിഫോം ധരിക്കൂ, ഷർട്ട് ഇട്ടു. മറ്റേ ആളെ പാൻസ് പിടിച്ചു. എന്നിട്ട് ആ പാൻസ് ഇട്ടയാളില് ഇതിന്റെ ലോ ആംഗിളിൽ ഫോർഗ്രൗണ്ടിൽ അയാളെ നിർത്തുകയും അപ്പുറേ ശ്രീരാമേട്ടൻ ഷർട്ട് ഇട്ട് മേശയുടെ അപ്പുറം ഇരിക്കുകയും ഒരു പാൻറ് ഒരു ഷർട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു, 2 ഷോട്ടുമായി. ഇതാണ് സിനിമ എന്ന് മനസ്സിലായില്ലേ? അതെ. ഇപ്പൊ നമ്മുടെ ചാനലിലെ ന്യൂസ് ചാനലിലെ ആൾക്കാർ മുകളിൽ സ്യൂട്ടും കോട്ടും താഴെ ലുങ്കി ഉടുത്ത് എന്ന് പറഞ്ഞ പോലെ അന്ന് ഒരു യൂണിഫോമിൽ അത് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. എന്നിട്ട് കൗണ്ടർ എടുക്കുമ്പോ നേരെ ഷർട്ട് എടുക്കും, കൗണ്ടർ ഷോട്ട്. അങ്ങനെ ഷോട്ടിൽ പിന്നെ 2 ഷോട്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയത്തെ ഫേസ് കാണിച്ച് 2 പേര് ഈ യൂണിഫോം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടിച്ച് സീൻ എടുക്കാം. 2 ഷോട്ടിലെ വേണ്ടി ഒരു 2 പേരെ കൂടെ കാണിക്കുന്ന എസ്റ്റാബ്ലിഷ് ചെയ്യണ്ടേ, അതിനിങ്ങനെ അങ്ങ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ എത്രയോ അനുഭവങ്ങളാണ്. അതുപോലെ തമാശകളുണ്ടോ ഈ മൈൻഡ് കൊണ്ട് മൊത്തം. പിന്നെ ടെക്നോളജി അറിയാവുന്നേ, അതാണ് കാര്യം. പണി അറിയാം, അതാണ് കാര്യം. ഈ വല്ലഭന് പുല്ലു ആയതൊന്നും കേട്ടിട്ടില്ലേ, അതെന്താണെന്ന് ഞാൻ പഠിച്ചത് അവിടെയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി തമാശകളുണ്ടാവും. ഇപ്പം അന്ന് ശ്രീലത എന്ന് പറഞ്ഞ നടിയുണ്ട്. ശ്രീലത തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. കനകലതയുണ്ട്. കനകലത എന്നൊക്കെ ടെലിഫിലിമിലും സീരിയലിലും ഒക്കെ കത്തി സൂപ്പർ സ്റ്റാർ കനകലത. അപ്പോൾ ഒരു ദിവസം അപ്പോൾ ഈ സി ഗോവിന്ദൻ നമ്മുടെ പഴയ നോവലിസ്റ്റ്, പുള്ളി കൂടെ ഉണ്ട്, ഇവിടെയുണ്ട്, അസിസ്റ്റൻ്റ് ആണ്. പുള്ളിയാണ് ഡയലോഗൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ ഡയലോഗ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ
ഞങ്ങളുടെ പയ്യെ ഈ പുള്ളിയെ ഒരിച്ചിരി കളിയാക്കലിൻ്റെ തമാശയാക്കലിൻ്റെ പരിപാടി ഞങ്ങൾക്ക് കൂടെ ഉള്ളതുകൊണ്ട് ഇയാൾ ആർക്കെങ്കിലും ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കും. ഈ ഡയലോഗിന് ഇടയ്ക്ക് പുള്ളിയുടെ സാഹിത്യം കൂടി ഇട്ട് വിടാം. അത് ശിവപ്രസാദ് സാറ് പിടിക്കും കൈയോടെ, വഴക്കമുണ്ടാക്കും. അപ്പോൾ എന്നാലും ഞങ്ങൾ ഇത് കേൾക്കാൻ വേണ്ടി പോയി നിൽക്കും. അപ്പം കനകലത അന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ശ്രീലത ഇന്നലെ വരെ ഷൂട്ടുണ്ടായിരുന്നു, കഴിഞ്ഞിട്ട് പോയി. ഇന്ന് മുതലാണ് ഇനി കനകലതയുടെ ഷോട്ടുകൾ. അപ്പോൾ കനകലതയ്ക്ക് കഥ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കഥ എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, നേരെ ജോയാണോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇങ്ങനെ പയ്യെ വട്ടം പിടിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഗോപിച്ചേട്ടൻ പുള്ളിക്കാരത്തേക്ക് പറഞ്ഞു കൊടുക്കുക, കഥയൊന്നും അല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റൊന്നും അല്ല പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്. അത് പിന്നീട് പ്രശസ്തമായി അവിടെയൊക്കെ ഏതാണ്ട് ഇങ്ങനെയാണ്: കനകലതേ 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 ഞാൻ എന്താണ് വിളിക്കേണ്ടത്? അപ്പോൾ കനകലത പറയുന്നു, ഗോപിച്ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ വിളിച്ചോളൂ, ഇഷ്ടമുള്ള വിളിച്ചോളൂ. കനകലതേനെ ഞാൻ കനകെ എന്ന് വിളിക്കണോ ലതേ എന്ന് വിളിക്കണോ? ഉടനെ കനകലത പറയുന്നു, എന്നാൽ പിന്നെ ലത എന്ന് വിളിച്ചോളൂ. ഇല്ല, ലത എന്ന് ഞാൻ മറ്റൊരു കുട്ടി ഇന്നലെ വിളിച്ചു പോയി. ഇങ്ങനെ ഈ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, ടെൻഷനാണ്, നാളെ രാവിലെ ഷൂട്ട് നടക്കുമെന്ന് പോലും ഉറപ്പില്ല, എന്നാലും തമാശകൾക്ക് നർമ്മക്കൊന്നും ഒരു കുറവുമില്ല, ഇങ്ങനെ പോകുന്ന ഒരു കാലം വരുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് അടുത്ത സ്വതന്ത്രമായൊരു വർക്ക് ചെയ്യണം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്കെല്ലാം ഈ വാഗമണ്ണിൽ പോകും. വാഗമണ്ണ് ഇന്നത്തെ ഒരു വാഗമണ്ണിൻ്റെ ടൂറിസം ആസ്പെക്റ്റ് അല്ല. അന്ന് ടൂറിസം ഒരു ഡെസ്റ്റിനേഷനായിട്ട് വലിയ തോതിൽ വളർന്നിട്ടില്ല. വാഗമണ്ണിലൊരു ആശ്രമമുണ്ട്, കുരിശുമല ആശ്രമം എന്ന് പറയും. അവിടെ ഒരു സന്യാസിയുണ്ട്, ഫ്രാൻസിസ് ആചാര്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ബെൽജിയത്തിൽ നിന്ന് 1960കളിൽ ഇന്ത്യയിലേക്ക് വരികയും ഭാരതീയ ആത്മീയതയിൽ ആകർഷണമാകുകയും ചെയ്തൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം ഒരു വ്യത്യസ്തമായ ആത്മീയതയാണ്. ഒരു വെസ്റ്റേൺ ഫിലോസഫി പകരം ഇദ്ദേഹം ഒരു ഇന്ത്യൻ ആത്മീയതയെ ക്രിസ്ത്യാനിറ്റിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കാര്യം. ഇപ്പോൾ കുർബാനയൊക്കെ ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് നിലവിളൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി. ഒരു സന്യാസ ആശ്രമത്തിലെ ജീവിതചര്യകൾ, പുലർച്ചെ എഴുന്നേക്കും, ധ്യാനം, പ്രാർത്ഥന, കുർബാന, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം, വെജിറ്റേറിയൻ ഭക്ഷണം, അവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രത്യേക ബ്രെഡുകൾ, അവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറി മാത്രമേ ഉള്ളൂ, അതുകൊണ്ടുള്ള നല്ല രുചികരമായ ഭക്ഷണം, അത് കഴിഞ്ഞ് മധുരമില്ലാത്ത ചായ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സന്യാസി സമൂഹത്തിൽപ്പെട്ട അച്ഛനാണോ? അങ്ങനെയാണോ? അല്ല, ഇങ്ങനെ സൃഷ്ടിച്ച ഒരു സന്യാസ സമൂഹം ഇത്. അദ്ദേഹത്തിന്റെ സ്വന്തം, അദ്ദേഹം ബെനഡിക്റ്റൈനോ മറ്റേതോ ഒരു സന്യാസ സമൂഹത്തിലായിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് വന്ന് പുള്ളി അതിനെല്ലാം മാറിയിട്ട് സ്വന്തമായ ഒരു സന്യാസ സമൂഹം സൃഷ്ടിച്ചു. പുള്ളിയുടെ കൂടെ അന്ന് ഒരു 10-12 പേരുമുണ്ട് അവിടെ ഈ മലമുകളിൽ. 100-300 ഏക്കർ സ്ഥലം അവർക്കുണ്ട് അവിടെ. അത് വലിയൊരു ആശ്രമമായിട്ടും അവിടെ വലിയ പുൽമേടുകളെ, പശുക്കളെ മേയ്ക്കുന്ന ഒരു സ്ഥലമായിട്ടും വലിയൊരു ഡയറി ഫാം ഒക്കെ ആയിട്ട് മാറ്റി. അക്കാലത്ത് കുരിശുമലയിലെ പാല് എന്ന് പറയുന്നത് കോട്ടയം ടൗൺ വരെ എത്തിക്കുന്ന ഒരു വിതരണ സംവിധാനമൊക്കെ അവർക്കുണ്ടായിരുന്നു. 100-200ഓളം പശുക്കൾ, ഏറ്റവും ലേറ്റസ്റ്റ് ബ്രീഡിലുള്ള പശുക്കളെയൊക്കെ വളർത്തുകയും. അപ്പോൾ ഒരു വ്യത്യസ്തമായൊരു ലോകമായിരുന്നു, അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ലോകമായിരുന്നു. അന്ന് വ്ളോഗർമാരൊക്കെ ഉണ്ടായിരുന്ന 7 മണ്ടേ ജനം അറിഞ്ഞാൽ ആരുമില്ല. അപ്പം ഞാൻ ചിന്തിച്ച്, ഈ മനുഷ്യൻ്റെ ജീവിതം ഒരു ഡോക്യുമെൻ്ററി ആക്കണ്ട. തന്നെയല്ല അദ്ദേഹത്തിന് ആ സമയപ്പോഴത്തേക്കും പ്രായമായി. അപ്പോൾ ഒരു 10-75-80 വയസ്സുണ്ട്. തന്നെയല്ല രോഗങ്ങളൊക്കെ കൂടി വരുന്നത് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യണം. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ആദ്യത്തെ ഒരു സംരംഭം സ്വന്തമായിട്ട് ഞാൻ ചെയ്യുന്ന ഡയറക്ഷനും നിർമ്മാണവും എല്ലാം ചെയ്യുന്നത് ഇതാവട്ടെ. അങ്ങനെ ഞാൻ ഈ കുരിശുമല ആശ്രമത്തെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നു. ഈ കുരിശുമല ഒരു 3 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്തു. പക്ഷേ പ്രശ്നം എന്താ സംഭവിച്ചതറിയോ? ഈ സന്യാസിമാർ ഇത്രയും ഉദാത്തമായ ഉന്നതമായ ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ പോലും ഞങ്ങൾ ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സന്യാസിമാർ ഉടക്കാൻ തുടങ്ങി. എന്താണ് അവരുടെ ഉണ്ടായ പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല. ഇവർക്ക് ഇതിനോടൊക്കെ ഒരു വിരക്തിയാണ്, ഈ ക്യാമറയോട്, ഞങ്ങൾ ഈ ചെയ്യുന്ന വർക്കിനോടൊക്കെ. ആചാര്യയെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് ആചാര്യ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. പക്ഷെ ആചാര്യക്ക് ഉണ്ട്, ഇത് 4 പേര് അറിയണം, എൻ്റെ ജീവിതം മനുഷ്യരറിയണം, അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടണമെന്നുണ്ട്. അദ്ദേഹം സമ്മതിച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ കുറച്ച് അഭിമുഖമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എടുക്കാൻ പറ്റിയില്ല. പിന്നെ പുറത്തേക്ക് എടുത്താൽ മതി എന്ന് പറഞ്ഞ് അവിടുത്തെ പിന്നെ അസിസ്റ്റൻ്റ് ആചാര്യ വന്ന്, യേശുദാസ് എന്ന് പറയുന്ന അച്ഛനായിരുന്നു, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് നമ്മൾ ആചാര്യയുടെ അധികം എടുക്കേണ്ട, പോട്ടെ നമുക്കിനി പുറത്തേക്ക് എടുത്ത് അങ്ങ് തീർക്കാം. പക്ഷേ രസകരമായ കാര്യം എന്നറിയോ, അതിനുശേഷം ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആചാര്യ മരിക്കുന്നു. പിന്നീട് ഈ ആചാര്യയുടെ ഒരു വീഡിയോ ഫുട്ടേജ് പോലും ഇതല്ലാതെ വേറെ ഇല്ലാത്ത അവസ്ഥയായി.
ആ മനുഷ്യനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിഷ്വൽ കിട്ടണമെങ്കിൽ ഈ ആചാര്യ എന്ന് പറയുന്ന നമ്മൾ ഈ ചെയ്ത ഡോക്യുമെന്ററിയിൽ മാത്രം നമ്മളെ സമ്മതിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തുമാത്രം ചെയ്തു വെക്കായിരുന്നു. കഥ മുഴുവൻ ഷൂട്ട് ഇന്ന് അവർക്ക് അമൂല്യമായ ഒരു മുതലായി മാറിയാണ്, അമൂല്യമായ ഒരു ദൃശ്യങ്ങളായി മാറിയാണ് അത്. അപ്പോൾ ഈ വീക്ഷണമില്ലായ്മ ഏത് സമൂഹത്തിലുണ്ട്. എന്തിനേയും കയറി ആദ്യം എതിർക്കുന്ന ഒരു സ്വഭാവം മലയാളിയുടേതുണ്ടല്ലോ, അത് അവിടെയും ഞാൻ കണ്ടു. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 7 മണിക്കോ മറ്റോ മാലുവിൻ്റെ ലോക സംപ്രേഷണം തുടങ്ങുന്നു. ഗംഭീരമായിട്ടൊരു കാർഡൊക്കെ അടിച്ചു, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം അയക്കുന്നു, പത്രങ്ങളിലെല്ലാം കൊടുക്കുന്നു. നിർമ്മാണ സംവിധാനം സന്തോഷ് കുളങ്ങര. പിറ്റേ ദിവസം രാവിലെ വെള്ളിയാഴ്ച, അന്ന് വൈകിട്ടാണ് ടെലികാസ്റ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ വാതക്കൽ നിൽക്കുകയാണ്. ഉച്ചയായി, ഒന്നും പറയുന്നില്ല. നമ്മൾ വേറൊരു ഭാവത്തിൽ ഇങ്ങനെ ഭവ്യതയോടെ നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ മാർഗ്ഗമില്ല. അമ്മയുടെ അടുത്തുനിന്ന് കുറച്ച് പൈസ കിട്ടണം. അപ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അമ്മയെ സോപ്പിട്ടിട്ട് അമ്മയെ ഞാൻ ഇതിനകത്ത് റോള് കൊടുത്തു. അമ്മയ്ക്ക് ഞാൻ അഭിനയിക്കാനുള്ള അവസരം നൽകി. അജയൻ നമ്പൂരി എന്ന് അദ്ദേഹത്തിൻ്റെ പേര്, ഇടയ്ക്ക വിദ്വാനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോഴാണ് അജയൻ പറയുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്കെയിലും ഒരു ബ്ലേഡും കിട്ടുമോ, പിന്നെ ഒരു ബലൂണും വേണം. കൺസോളിലിരിക്കുന്നവരെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് നിശബ്ദരാകുകയാണ്. ലേബറിൻ്റെ ആയിട്ടുള്ള സർവ്വബന്ധവും ഉപേക്ഷിച്ചൊരു കാലമൊക്കെ ഉണ്ട്. 2 കൊല്ലത്തോളം എനിക്ക് തോന്നുന്നത് ഞാൻ പുറത്തുകൂടാൻ യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഇവിടെ കയറുക പോലും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതമാകെ തകർത്ത് കളഞ്ഞ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് മനുഷ്യരിലുള്ള വിശ്വാസം, ട്രസ്റ്റ് എന്ന് പറയുന്ന എല്ലാം തകർന്നു പോയ ഒരവസ്ഥ. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.